എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയുന്നത്? നമ്മൾ പോകുന്നത് ഒരു ചെറിയ വില്ലേജ് ആണ്. പക്ഷെ ആ വില്ലേജിന്റെ പേരെന്താണെന്നറിയോ? വില്ലേജ് ഓഫ് ലവ്. അവിടെ പോയാൽ മാത്രമേ ലവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ പോലത്തെ ആൾക്കാർക്ക്. ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഒരു തംബ്നെയിൽ എടുത്ത വേദൂര് ഛർദിക്കാൻ വരുന്നത്. എന്തൊരു ഓവർ ആക്ടിങ് വേദു. അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരും കിസ് ചെയ്യുമല്ലോ. ഡാഡി ഗുഡ് മോർണിംഗ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയുന്നത്? നമ്മൾ പോകുന്നത് ഒരു ചെറിയ വില്ലേജ് ആണ്. പക്ഷെ ആ വില്ലേജിന്റെ പേരെന്താണെന്നറിയോ? വില്ലേജ് ഓഫ് ലവ്. അവിടെ പോയാൽ മാത്രമേ ലവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ പോലത്തെ ആൾക്കാർക്ക്. അതെ, അവിടുത്തെ കാര്യം എന്താ അറിയോ? അവിടെ പോയി കഴിഞ്ഞാൽ 24 hours കെട്ടി സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചു വരാം. അയ്യോ, അത്ര എളുപ്പമാണ്. സോ അതിനുവേണ്ടി ഇപ്പോഴും ജോർജിയയിലെ കുറെ പേര് പോകുന്ന സ്ഥലം അവിടെയാ. അവിടെ പോയി ലവ് ചെയ്ത് കിട്ടുമോ? അത് പറ്റില്ല. ലവ് ചെയ്ത ആളായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ എല്ലാ പരിപാടിയും തീർത്തിട്ട് വരാം. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കണ്ട എന്തായാലും. അമ്മ എവിടെയാ ഡാഡിക്ക് പോകേണ്ട സ്ഥലം എന്നറിയോ? ഞാൻ പറഞ്ഞപ്പോ ഭയങ്കര ഉത്സാഹം പോവാനായിട്ട്. ഇവിടെ ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത ഒരു ഗ്രാമമുണ്ട്. ഒരു ഇറ്റാലിയൻ ഗ്രാമം പോലെയാ. പക്ഷെ ഗ്രാമത്തിന്റെ സ്പെഷ്യാലിറ്റി എന്നറിയോ? ആ ഗ്രാമത്തിന്റെ പേര് വില്ലേജ് ഓഫ് ലവ് എന്നാ. അത് കേൾക്കുമ്പോ എന്താ ഒരു നാണം? അയ്യോ, അവിടെ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ കല്യാണവും കല്യാണ ചടങ്ങും സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ട് കഴിഞ്ഞു വരാം. ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ല സിറ്റി ഓഫ് ലവില്. ഇത് ചർച്ച് ഓഫ് സെയിന്റ് നീനോ ആണ്. എന്താ ഇത്രയും സിഗ്നിഫിക്കൻസ് അറിയോ? ഈ സെയിന്റ് നീനോ ആണ് ക്രിസ്ത്യാനിറ്റി ജോർജിയ കൊണ്ടുവന്നത് 4th century. അതുകൊണ്ടാണ് ഇവർക്ക് ഏറ്റവും ഹോളിയസ്റ്റ് സൈറ്റിലൊന്നാണ്. പണ്ട് ടോംബോ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചേർച്ചിൽ എന്തായാലും കയറണം, കാരണം അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ചേർച്ചാണ്. ക്രിസ്ത്യാനിറ്റിയെ കൊണ്ടുവന്നു ജോർജിയയില്. ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, സംസാരിക്കാനും പാടില്ല കേട്ടല്ലോ. അത്ര ഹോളി പ്ലേസ് ആണ്. കേറിക്കോ. അകത്ത് ആക്ച്വലി ആ ഒരു 4th century പോലത്തെ തന്നെ ഓൾഡ് ആയിട്ടുള്ള ചേർച്ചാണ്. അത്ര ഓൾഡ് ആണെന്ന് അറിയില്ല, പക്ഷെ ഫുൾ ഡ്രോയിങ്സ് അൽഫ്രെസ്കോ ആയിട്ടുള്ള. പക്ഷെ എനിക്ക് ഭയങ്കര ഭയങ്കര ഓർത്തഡോക്സ് ആണ്. സോ കുട്ടികളും മിണ്ടാൻ പാടില്ല, കുട്ടികൾ ഈവൻ ഫുഡ് സ്റ്റെപ്സ് കേൾക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ ബേസിക്കലി ഈ റിലീജിയസ് സ്ട്രക്ചേഴ്സിലൊക്കെ പോകുന്നത് അവിടുത്തെ ആർക്കിടെക്ചറും അവിടുത്തെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. അത് ടെമ്പിൾസ് ആണെങ്കിലും ചേർച്ചസ് ആണെങ്കിലും മോസ്ക് ആണെങ്കിലും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ബേസിക് ആയിട്ടുള്ള എത്തിക്സ് പറയണം. പക്ഷെ ഇത്രയും ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് പോലെ വരുമ്പോഴാണ് എനിക്ക് പേഴ്സണലി ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു വിസിറ്റിൻ്റെ അത് അങ്ങനെയാണ്. ഈവൻ ഫുഡ് സ്റ്റെപ്സ് കേട്ടാൽ പോലും അവരതുപോലും പാടില്ല. അങ്ങനത്തെ ഒക്കെ രീതിയാണ്. നമ്മൾ എത്ര യൂറോപ്പിലൊക്കെ ചേർച്ചസിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ബേബി ഈ ഓർത്തഡോക്സ് ചേർച്ചിൻ്റെ പ്രശ്നമായിരിക്കും ഇത്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് എ മോസ്റ്റ് ഹോളിയസ്റ്റ് സൈറ്റ് ഇൻ ജോർജിയ. പക്ഷേ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് ഓൾസോ ബിക്കോസ് ദ ഏരിയ, ലാൻഡ്സ്കേപ്പ്, എവറിത്തിങ് ഇസ് ബ്യൂട്ടിഫുൾ. ചേർച്ച് സ്ട്രക്ചർ ഇസ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഭയങ്കര ഒരു ഹോസ്റ്റൈൽ ആയിട്ടുള്ള നൻസാണ് ഇവിടെ പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ, ഓൾവേസ് ടു ബി ട്രഷേർഡ്. ഇതൊന്നും ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ നമ്മൾ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഓൾ ഇസ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് ആണ്. എന്ത് രസമെന്ന് നോക്ക്. ജസ്റ്റ് കം ആൻഡ് എൻജോയ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അതേ ബാക്കിലുള്ള മൗണ്ടൻസ് ഉണ്ട്. വെരി വെൽ മെയിൻറ്റെയിൻ, ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ. അടിപൊളി സ്ഥലമാണ് എന്തായാലും ഇത്. മലയാളീസ് ഉണ്ട് ഇവിടെ, മലയാളീസ് ഉണ്ട്. ആരാതെനിക്കറിയില്ല. നമുക്കതൊരു സന്തോഷമല്ലേ. അവര് ലൈക്ക് വേൾഡ് വൈഡ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് കാര്യമാണ്. ഇവര് ഉണ്ടല്ലോ പ്രിയ, ഒരു ഹോളി സ്പ്രിംഗ് ഉണ്ട്. അതിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ അസുഖമൊക്കെ മാറും എന്നാണ്. പക്ഷെ അങ്ങനെ ആരും പോകാറില്ല. പക്ഷെ ഉണ്ട്, ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മറ്റേ ഇതിൽ കണ്ടതാ. വാക്ക് മൈ GPS എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അറിയാം. നല്ല ലാൻഡ്സ്കേപ്പ് അല്ലേ, ടു സ്റ്റണ്ണിങ്. ആ, നന്നായില്ലേ വന്നത്? മമ്മിക്ക് ടെൻഷൻ ഡാഡി ആരൊക്കെ നോക്കുന്നു എന്നാ. ആ പിന്നെന്താ, ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് നല്ലതായിട്ട്.
ഈ ചേർച്ചിൻ്റെ അകം ആക്ച്വലി എനിക്കൊന്ന് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കയറിയായിരുന്നു. സോ എനിക്കൊന്ന് ആ പഴയ ചേർച്ചിൻ്റെ മോഡലിൽ തന്നെ അകത്ത് കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്യുവാണ്. സെയിം രീതിയിലുള്ള ഡ്രോയിങ് പെയിൻറ്റിങ്സ് ഒക്കെയാണ് ഞാൻ കണ്ടത്. ഇവിടെ ഫുൾ വർക്ക് നടക്കുവാണ്. കണ്ട, എനിക്കൊന്ന് ഫുൾ പച്ച. ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. നല്ലൊരു കോമ്പൗണ്ടാണ്. ഇരിക്കാനുള്ള സ്ഥലം, കോഫി ഷോപ്സ്, ഗിഫ്റ്റ് ഷോപ്സ്. ദേ ആർ ആക്ച്വലി കമേഴ്ഷ്യലൈസിങ് ഇറ്റ് എ ലോട്ട്. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പം അവർ ഇത്രയും നല്ല രീതിയിൽ പുതിയ ചേർച്ചൊക്കെ പണിയുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ് വില്ലേജ് ഓഫ് ലവില്. എന്തിനാണാവോ? എന്താ 4 ഗ്ലൗസ് വാങ്ങി തന്നു, 3 എണ്ണം കൊണ്ടുപോയി കളഞ്ഞില്ലേ? ഇനി കൈ കുറച്ച് തണക്കട്ടെ. ഓ, വേദു നല്ല അറിയാലോ. ബിഗ് പംകിനൊക്കെ വേദു കണ്ട സ്ഥലത്ത് ഇതും കണ്ടല്ലേ. എല്ലാം ഓർത്തിരിക്കണം കേട്ടോ നമ്മുടെ ട്രാവലിന്നൊക്കെ. അങ്ങനെ എല്ലാം വേണം. എന്റെ പേരാണ് ചുർക്കല്ല. ഓക്കെ, ചുർക്കല്ല. അതൊന്നും ഓർമ്മ കിട്ടില്ല, പക്ഷെ സാധനം എന്താന്ന് അറിഞ്ഞാൽ മതി. ഈ പള്ളിക്ക് ഉള്ളിൽ തന്നെ ഒരു നമ്മളുണ്ടല്ലോ, ഈ പള്ളിക്ക് ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ തന്നെ കഴിക്കാൻ നേരിട്ടാണ്. ഇവിടെ ഫുഡൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. ഇവിടെ അതുകൂടെ ഉണ്ടായിരുന്നത് വെജിറ്റബിൾ കട്ട്ലറ്റും ഒരു ബീൻസ് ബ്രെഡും ആണ്. അല്ലാതെ നമുക്ക് ഹോൾസമായിട്ട് വേറെ മീൽസ് ഒന്നും കിട്ടുന്നില്ല. വേദുവിനാണെങ്കിൽ ഇവിടെ ഒരു ചീസ് ബ്രെഡ്, കച്ചപൂരി പോലത്തെ. അപ്പോൾ ഗൈസ്, വെൽക്കം ടു സിങ്കാട്ടി സിറ്റി, അല്ല വില്ലേജ് ഓഫ് ലവ് എന്ന് പറയും. പക്ഷെ ഇവിടെ ലവ് ഒന്നും കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാ, ഒരാൾ മൂഷാട്ടേ നടക്കും. തണുപ്പ് കാരണം. This actually അവർ പറയുന്ന ഒരു ഇറ്റാലിയൻ വില്ലേജ് ആണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഒരു ഇറ്റാലിയൻ വില്ലേജ് പോലെയാണ് പറയുന്നത്. യു ക്യാൻ സീ ദോസ് ഇറ്റാലിയൻ എലിമെന്റ്സ് ഓഫ് ഫുൾ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സും അതുപോലെ തന്നെ ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഒരു ഇറ്റാലിയൻ സ്റ്റൈലിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഓൾഡ് ഹോട്ടൽ സിംഘാനി എന്ന് പറയുന്ന ഹോട്ടൽ. ഇല്ല, ഈ റൈറ്റ് സൈഡിൽ, സോറി ഈ സൈഡിലെ. അപ്പോൾ ഈ ഹോട്ടലിൽ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ താമസിക്കണം. എന്തിനാ? മാരേജ് ചെയ്യണമെങ്കിൽ ഇവിടെ താമസിച്ചാൽ മാത്രമേ അവർക്ക് 24 hours മാരേജിന്റെ ലൈസൻസ് കിട്ടുള്ളൂ. അല്ല, ഇവരാണ് ഇത്. ആക്ച്വലി ഇവിടുത്തെ പണ്ടത്തെ കിങ്ങിന്റെ ഹോട്ടലായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്തെ റൂളാണ്, ഇന്നത്തെ കാലത്തെ റൂളാണ്. ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലൈസൻസ് കൊടുക്കണം അവർക്ക്. വെഡിങ്ങിന് ഇതുണ്ടെങ്കിൽ, മൈൻഡ് ഉണ്ടെങ്കിൽ. ആണോ? എന്തേ തള്ളു തിന്നുവാണ്, തള്ളു. ഒരു തള്ളു തരുന്ന എന്താ ഡാഡി? ഡാഡി ഇപ്പൊ വിശ്വസിച്ചാ പിന്നെ താമസിച്ച ഉടനെ എന്റെ കല്യാണം കെട്ടി കൊടുക്കും. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇതൊന്നും. പക്ഷെ ഈ സിറ്റി അങ്ങനെയാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. സൂപ്പർ മാർക്കറ്റ് ഒക്കെയാണ്, ചെറിയ ചെറിയ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ്. എല്ലാം ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഭയങ്കര പോയിന്റ്സ് ഓഫ് ഇൻട്രസ്റ്റോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്ന് 1 night താമസിക്കണം എന്നൊന്നുമില്ല. ഒരു ഡേ സ്പെൻഡ് ചെയ്താൽ ഭയങ്കര ഈ ഒരു ഫുൾ വില്ലേജിൻ്റെ ആംബിയൻസ് നമുക്ക് ശരിക്കും അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഫീല് ഇങ്ങനെ ജോർജിയയിൽ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ഞാൻ ഗൂഗിളിൽ വായിച്ചു വെച്ച് നോക്കിയിട്ടാണ്. കുത്തേസി എന്നൊക്കെ പറഞ്ഞ വില്ലേജസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇത്രയും ചാമിങ്ങും ഇത്രയും സ്മോളും അല്ല. സോ ഒരു ദിവസം നമുക്കിവിടെ ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഫുഡ്, വ്യൂ പോയിന്റ്സ്, കഫേസ്, ഫൗണ്ടൻസ്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. വിൻ്റർ ആകുമ്പോഴും ഇത് ആക്ച്വലി 4 സീസൺസിലും അടിപൊളിയാണ്. വിൻ്റർ ആകുമ്പോൾ സ്നോവും കൂടെ വീണ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് അവർ പറയുന്നത് ഓട്ടം. ഭയങ്കര രസമായിരിക്കും ഇവിടെ ഫാൾ സീസൺ കാണാനായിട്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ പാർക്ക്. ഈ നിൽക്കുന്നത് സോളമൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ആരായിരിക്കും? ജോർജിയയിൽ എല്ലാവരുടെയും സ്റ്റാച്യൂല് എന്തെങ്കിലും അല്ല. ജോർജിയയിൽ ആരുടെ ഇങ്ങനത്തെ സ്റ്റാച്യൂസ് കണ്ടാലും ഒന്നില്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ കവികളായിരിക്കും. കവികളാണ് കൂടുതൽ. ഡാഡിക്ക് കവി വല്ലതും അറിയോ? കവിത വല്ലതും? ഒന്നും അറിയില്ല. കവിത അറിയില്ല. മലയാളം പഠിച്ചത് കവിതയൊക്കെ അറിയാം. ഓർമ്മയുണ്ടോ? പക്ഷെ അതല്ല, ഡാഡിയായിട്ട് കവിത വല്ല എഴുതിയിട്ടുണ്ടോ? ഓഹോ, ദില്ലുമായിട്ട് കവിത വല്ല എഴുതിയിട്ടുണ്ടോ? അപ്പൊ നമ്മളൊന്നും കവികളല്ല. അപ്പൊ ഇങ്ങനെ കവിത എഴുതും. ഇന്ദ്രേട്ടൻ എഴുതും. അതിന് ഉള്ളില് റൊമാൻസ് വേണം. അതെ. ഇത് കവിയൊന്നുമല്ല, ഇത് ഭരണകൂടത്തിലാരെങ്കിലും. അല്ലല്ല, ഇത് ഇങ്ങനെ ഒരു കവി, ഹിസ്റ്റോറിയൻ, റൈറ്റർ, ഫിലോസഫർ ആയിരുന്നു. പേര് സോളമൻ. ഡാഡിക്ക് ഒരു ഐഡിയ കിട്ടിയ
ഡാഡിക്ക് ഈ സോളമന്റെ ഫുൾ പേരുണ്ട് ഓബിയസ്ലി. സോളമന്റെ പേര് എടുത്തിട്ട് മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 20 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ട് ആൻസർ പറയാൻ പറ്റാൻ മറ്റേ മലയാളി ഹൗസിലൊക്കെ വന്നില്ല ഒരു പുള്ളി, പ്രദീപ്. പ്രദീപിനോട് നമുക്ക് ഇതാ സോമസുന്ദരമൊന്നുമില്ല, പ്രദീപിനോട് ഈ സ്റ്റാച്യൂനെ കുറിച്ച് ഓർത്തിട്ട് പറയണം. ഡാഡിയുടെ ചിന്ത എവിടം വരെയൊക്കെ എത്തി ഡാഡി. പക്ഷെ ഇങ്ങനെ ജനിച്ച നാടൊക്കെ അറിഞ്ഞിരിക്കണം. അത് ജോർജിയ. ജോർജിയ. ഏതാ മണ്ണിൽ ജനിച്ചെന്നും പറയണം. പോയി ചോദിക്കാൻ പോകുന്നല്ലേ ജനിച്ചെന്ന് പറയണം. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. സെൻട്രൽ പാർക്ക് നല്ല രസമാണ് ഇരിക്കാനും, ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ടും. ഇപ്പോൾ ഭയങ്കര അമേസ്ഡ്. അത് വിന്റർ അല്ലേ? ആൾക്കാരില്ല, പട്ടികൾ ഇഷ്ടംമാതിരി ഉണ്ട്. ജോർജിയയിൽ ഭയങ്കര ഡോഗ്സ്, അത് ഗ്യാങ് ആണ് കേട്ടോ ഡോഗ്സ്. ഇവിടെ പാർക്ക് പക്ഷെ നല്ല രസമുണ്ട്, ഭയങ്കര ക്ലീനാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ചെറിയ സ്ട്രീറ്റ്സിൽ കൂടെ നടന്നൊരു കോഫിയൊക്കെ കുടിച്ച് പയ്യെ ഇറങ്ങാം. ഇവിടുത്തെ ഈ ആംബിയൻസാണ് വരുന്നത്, വേറെ ഒന്നിനല്ല. ഈ ഒരു കല്യാണം നടക്കുന്നത് പള്ളിയിൽ അല്ല, ആ ഹോട്ടലിൽ താമസിക്കണം എന്നേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആ നോക്ക്. ഇവിടെ നിന്നുള്ള റൂഫ് ടോപ്സ്, എല്ലാ റൂഫ് ടോപ്സും ഒരേ കളറ്. ആ കാണുന്ന ഒരു സെയിന്റ് ജോർജ് ചേർച്ച് ആണ്. ഷോ ബാക്കിലെ മൗണ്ടൻസും നോക്ക് പ്രിയ, മൗണ്ടൻ ചേർച്ച്, ആ റൂഫ് ടോപ്സ്. ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഒരു തംബ്നെയിൽ എടുത്ത വേദൂര് ഛർദിക്കാൻ വരുന്നത്. എന്തൊരു ഓവർ ആക്ടിങ് വേദു. അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരും കിസ് ചെയ്യുമല്ലോ. അത് കുഴപ്പമില്ല. അപ്പൊ അവൻ മാറി ഫ്രണ്ടിൽ വന്ന് എന്നിട്ട് അയ്യത് അവരെ കിസ് ചെയ്യാത്ത പ്രശ്നം. അത് സിറ്റി ഓഫ് ലവില് വന്നിട്ട് പിന്നെ എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ഫോട്ടോ എടുക്കണം അല്ലേ? രാത്രി ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു പ്ലാനിൽ ഇവിടെ ഒരു ദിവസം നിൽക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ പെട്ടി എടുത്തുകൊണ്ട് കയറ്റി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വരണം. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ദിവസം താമസിക്കാതിരുന്നത്. ഡാഡി ശരിക്കും ഡാഡിന്ന് സമ്മതിക്കണം കേട്ടോ. ഇത്രയും ഡാഡി എഫേർട്ട് എടുത്ത് വരുന്നതും പിന്നെ ഇത്രയും നടന്നു കയറുന്നതും ഒക്കെ വലിയ കാര്യമാണ്. അതിനുള്ള ആരോഗ്യം അനുഗ്രഹം സത്യമായിട്ടും. അത് എസ്പെഷ്യലി ഡാഡിയുടെ ആ കാലിന് അന്ന് സർജറി കഴിഞ്ഞിട്ടും ഡാഡിക്ക് പറ്റുന്നില്ലേ. അത് എളുപ്പമൊന്നുമല്ല കേട്ടോ. ഭയങ്കര ഒരു റോക്കി ടെറൈൻ ആണ്. ശരിക്കും കയറ്റും ഉറക്കമൊക്കെ ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. അതിനൊന്നും വേറെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. എന്നിട്ടും ഫുൾ എനർജിയിൽ ഡാഡി വരുന്നുണ്ട്. വാ കൂടെ വേദു. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇനിയും കിസ് ചെയ്യാൻ പോവാ. മാറ് കിസ് ചെയ്യട്ടെ. ഇവിടെ വാ, ഡോഗ് ഇപ്പൊ കടിച്ചോണ്ട് പോകുമ്പോ. റീസ്റ്റോറേഷൻ ആക്ച്വലി ഇവിടെ ഒരു 2005-ലോ 2006-ലോ കണ്ട ഒരു റീസ്റ്റോറേഷൻ പ്രോജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ടൗൺ ആക്ച്വലി ഇത്രയെങ്കിലും ബ്യൂട്ടിഫുൾ ആയെന്നാണ്. അത് നമുക്ക് കാണാം കേട്ടോ. ഒരുവിധം പുതുമ തോന്നിക്കുന്നില്ലേ? 2005-2006 ഇത് ഫുൾ റിനോവേറ്റ് ചെയ്തതാ ഹൗസസ് ഒക്കെ. പക്ഷെ എന്നിട്ടും കുറേയൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പക്ഷെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. കുറേ കോട്ടകളും അങ്ങനത്തെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എങ്ങനെയുണ്ട് ആംബിയൻസ് ഒക്കെ? എന്താ വേണ്ട വരണ്ട, ഞാൻ വരുന്നില്ല, തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മൂഷാട്ടേ നടക്കുന്നുണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ്. ഹോട്ട് ചോക്ലേറ്റ് ഇല്ല, കോഫി കിട്ടും. ഉണ്ടല്ലോ ബ്രാൻഡി ഒക്കെ ഷോർട്ട് ഗ്ലാസ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാമല്ലോ. ബ്രാൻഡി ഷോർട്ട് ഗ്ലാസ് ആയി കൊടുക്കുന്നുണ്ട്. ലേസ് ഇതൊക്കെ വലിയ റേറ്റ് ഒന്നും ഇവിടെ വരുന്നില്ല. ബട്ട് ലുക്ക് അറ്റ് ദ വ്യൂ. ഓ മൈ ഗോഡ്, പ്രിയ ഇരിക്കുന്ന സ്ഥലത്തുള്ള വ്യൂ ഇസ് അമേസിങ്. ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഫോട്ടോ എടുത്ത ആക്ച്വലി ഉണ്ടല്ലോ വൺ ഓഫ് ദ സ്മോളസ്റ്റ് ടൗൺസ് അല്ലെങ്കിൽ വില്ലേജ് എന്ന് തന്നെ പറയാം. പക്ക വില്ലേജ് ആണ് ഇൻ ജോർജിയ ആണ്. പക്ഷെ എന്നാലും ദ മോസ്റ്റ് ചാമിങ് വില്ലേജ് ഇൻ ജോർജിയ എന്ന് 100% നമുക്ക് പറയാം. പിന്നെ മുകളിൽ ഉണ്ട് കോട്ടയൊക്കെ ഉണ്ട്. നടന്ന് സുഖമായിട്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് കയറി ഇറങ്ങണമെന്നേ ഉള്ളൂ. കുറച്ച് കയറ്റം ഇറക്കമുണ്ട്. പക്ഷെ എന്നാലും അത് നടന്ന് കവർ ചെയ്താലേ അതിന്റെ ഫീല് കിട്ടുള്ളൂ. ദേ പ്രിയുടെ കപ്പച്ചീനോ നല്ല പതപ്പിച്ച കപ്പച്ചീനോ ഈ തണുപ്പത്ത്. ഇനി ഇവരും പതപ്പിക്കുമല്ലോ. ആരെ? ഞാനും പതപ്പിക്കാറില്ലേ? പതപ്പിന്റെ ആൾക്കാരാണ്. ഇന്നത്തെ വളുപ്പായി. താങ്ക് യു. എല്ലാ ദിവസവും ഒരു വളുപ്പ് ഒരു തള്ളും വേണല്ലോ. തള്ളു പിന്നെ കിട്ടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. തള്ളോട് തള്ളു.
ഡാഡി നമുക്ക് കല്യാണം കഴിക്കുന്നവരെ തപ്പി പോകണ്ടേ ഒന്ന്. അവിടെ ലൈറ്റൊക്കെ അതായിരിക്കും കല്യാണ മണ്ഡപം. അതൊന്നും അല്ല, അത് വെറുതെ റോഡിൽ ലൈറ്റ് ഇട്ടിരിക്കുക ഡാഡി. കല്യാണ മണ്ഡപം. ഇവിടെ ഫുൾ ഇന്ത്യൻസാ വരുന്നതെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇവർക്കൊക്കെ ഹിന്ദി അറിയാം. ഫുൾ ഇന്ത്യൻസാ വരുന്നത്, അതുകൊണ്ട് ഇവർക്കൊക്കെ ഹിന്ദി അറിയാം. ഇന്ത്യ ഇപ്പൊ നന്നായി പൈസ ഇറക്കുന്നുണ്ട് അവര് ട്രാവൽ ചെയ്യാനും ടൂറിസത്തിനൊക്കെ. പണ്ടൊക്കെ ഊട്ടി കൊടൈക്കനാലുള്ളവര് ഇപ്പൊ ആരും ഗോവയിൽ പോകുന്നില്ല എന്നറിയോ? ആരും ഗോവയിൽ പോകുന്നില്ല. ഇറ്റ്സ് ഹൊറിബിൾ. ആക്ച്വലി നമ്മള് പോവരുത്, നമ്മൾ ശരിക്കും പോവരുത്. കാരണം അവരുടെ ആ ഒരു മാഫിയനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ. ഗോവയിൽ പോവരുത് ഈ വീഡിയോ കാണുന്നവര്. ബീച്ച് പോകുന്നതല്ല, ഹോട്ടൽ എന്തൊരു റേറ്റ്, ട്രാവൽ എന്തൊരു റേറ്റ്, അതിനുള്ള ക്വാളിറ്റി ഉണ്ട് അതും ഇല്ല. എക്സ്പെൻസീവ് ഹോട്ടൽസ്, ഭയങ്കര എക്സ്പെൻസീവ്. ഫുഡ് കഫേസ് ഭയങ്കര റേറ്റ്. ഇതൊരു ഹിഡൻ ജെമ്മ ഒന്നും അല്ല കേട്ടാ. ഈ ഇഷ്ടം മാത്രം ഇന്ത്യൻസ് വരുന്നു. ഇവിടുത്തെ ജോർജിയൻ, ഇവിടുത്തെ ടിബ്ലിച്ചെന്നല്ല, ഇവിടുത്തെ ജോർജിയൻസ് അവര് ഹിന്ദി സംസാരിക്കുന്നു. ഹിന്ദി സംസാരിക്കുന്നു. ഞാൻ ഒരു കണക്കിന് ഇന്ത്യൻ ആണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നമസ്തേ മേ അച്ചി ഹൂ ആപ് കൈസേ ഹോ എന്നല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു വേർ ആർ യു ഫ്രോം? ജോർജിയ. ഞെട്ടിപ്പോയി. പിന്നെ സന്തോഷം ഇതൊക്കെ ആക്ച്വലി അല്ലേ. നന്നായി ട്രാവൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രാവൽ ചെയ്താൽ മതി. എനിക്ക് അതിനെ കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. പട്ടായ പോയി നമ്മുടെ ഇന്ത്യക്കാര് കാണിക്കുന്നത്. തായ്ലൻഡ് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പൊ സിറ്റി ഓഫ് ലവ് അല്ലെങ്കിൽ വില്ലേജ് ഓഫ് ലവ് പോകുന്നതിന് മുമ്പ് ഒരു ഐ ലവ് യു പറ എന്നോട്. പറ I love you. I love you too. ഞങ്ങക്ക് കൊറേ ഐ ലവ് യു ഒക്കെ കിട്ടിയേട്ടാ. ഡാഡി ഞങ്ങക്ക് കിട്ടില്ലല്ലോ. മമ്മി ഔട്ട്. ഇതൊന്ന് കുറച്ച് കച്ചവടം ഉണ്ടാക്കിയെങ്കിൽ കമ്മീഷൻ വാങ്ങായിരുന്നു. മമ്മിയെ മേളി വന്നില്ല, നടക്കാൻ പാടാന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് കേറിയിരുന്നു. കുറച്ച് ചൂട് മാത്രം മതി. ഞാൻ ഇവിടെ ഇരുന്ന് ജപിക്കുകയായിരുന്നു, എന്റെ ജപം മുഴുവൻ കഴിഞ്ഞു. അപ്പൊ അവര് വിചാരിച്ചു എന്നെ നിങ്ങൾ മക്കൾ ഇവിടെ കൊണ്ടൊന്ന് വിട്ടിട്ട് അങ്ങനെ പോയതാണോ എന്ന്. അപ്പൊ അങ്ങനെ വിടണുണ്ട്. അതിനിവിടെ ചർച്ചില് ഇതുണ്ടെന്ന്, മറ്റേ ഓൾഡ് ഏജ് ഹോം പോലെ അവിടം വരെ എത്തി ചിന്തകളൊക്കെ ഇവരുടെ. 3-4 പേര് വന്നു. ഞാനിങ്ങനെ കണ്ണടച്ച് നോക്കിയപ്പോ എന്റെ 3-4 പേര്. എന്നിട്ട് അവര് പറഞ്ഞു ഇവിടെ ഇരിക്കണ്ട, കം ഇൻസൈഡ്, അവിടെ ഇരിക്കാന്ന്. ഒറ്റണത്തിന് ഇംഗ്ലീഷും അറിയില്ല, പക്ഷെ സ്നേഹമുണ്ട് അവർക്കൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് ചോദിച്ചു കുടിക്കാൻ വല്ലതും വേണോ? അത് മറ്റേ ചാച്ചയായിരിക്കും. മൈ സൺ ഇങ്ങനെ കാണിച്ചു പോയിന്ന്. അതെ, മൈ സൺ പോയിന്ന്. ശമ്പളം കൊടുക്കണ്ടല്ലോ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. പറ്റുമെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും ഇവിടെ വന്ന് നിൽക്കുകയും പറ്റുമെങ്കിൽ അടിപൊളിയാണ്. കാരണം ഈവനിങ് സൺസെറ്റ്, മോർണിംഗ് സൺറൈസ്, ഈവനിങ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ആംബിയൻസ്, ഇതുപോലെ ഒരു കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ്, ഒരു ടോട്ടൽ യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ വില്ലേജ് തന്നെ പറയാം. ഇതുപോലെ പാർക്ക്, സെൻട്രൽ സ്ക്വയേഴ്സ്, ബ്യൂട്ടിഫുൾ ആണ്. സോ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. ശ്രദ്ധിച്ചോ, ഇവിടുത്തെ മണിക്ക് വരെ ഡ്രസ് ഇട്ട് കൊടുത്തിരിക്കുക. മേളി നോക്ക്, എന്നിട്ട് ഫുൾ തപ്പലായിരുന്നല്ലോ എല്ലായിടത്തും. എവിടെയത് കൊടുക്ക്, പ്രിയ നോക്കാത്ത സ്ഥലമൊന്നും ഇല്ല. ഞാൻ ശരിക്കും അത് മണിയാന്ന് വിചാരിച്ചു കേട്ടാ, അത് ലൈറ്റ് തന്നെയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. സിഗ്നാഗി കേട്ടല്ലോ, സിഗ്നാഗി എന്ന സ്ഥലത്തിന്റെ പേര്. അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ, ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് മണി അടിക്കണമായിരുന്നു. ആ മണിയല്ലല്ലോ.
വിട്ടുപോയി. അപ്പൊ ഈ ഹോട്ടലിൽ നിങ്ങൾ താമസിക്കണം. ആ അതെ, എന്നാലേ കല്യാണം കഴിക്കണമെങ്കിൽ ഇവിടെ ലൈസൻസ് കിട്ടുള്ളൂ. ദില്ലുചേട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദില്ലുചേട്ടൻ അങ്കമാലിയിലെ അമ്മാവൻ എന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലെ ദില്ലുചേട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നാന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ എല്ലാം ഈ ജോർജിയയിലെ മെഡിക്കൽ സ്റ്റുഡൻസ് വരും ഇവിടെ ഇരുന്ന് കെട്ടാനായിട്ട്. ഇപ്പൊ 24 മണിക്കൂറിനുള്ളിൽ കെട്ടുകയും ചെയ്യാം. ഇവിടെ ഇതുപോലത്തെ വണ്ടികളുണ്ട്, ഇലക്ട്രിക് വണ്ടികൾ. ഇവര് നല്ല റേറ്റ് പറയും. എന്നോടൊക്കെ ചോദിച്ചപ്പോൾ ഒരാൾക്ക് 3000 രൂപയൊക്കെ വെച്ചാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും എടുത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് എടുത്താൽ മതി. പക്ഷെ നടന്ന് കാണുന്നതാണ് ഈ ടൗണിന്റെ ഏറ്റവും ചാമ്. കറക്റ്റ് ടൈമിന് ഇവിടെ വന്നിരുന്നത്. ഇതൊന്നും പ്രിയയുടെ വൈനും അതിന്റെ സ്വീറ്റ്സും ഫയർ പ്ലേസ് ഒന്നും പ്രിയക്ക് വേണ്ടിയല്ല. ഇവര് പ്രൊഫഷണൽ ആയിട്ട് ഫോട്ടോഷൂട്ട് നടക്കുന്ന ടൈമിൽ പ്രിയക്ക് കുറച്ച് നല്ല ഫോട്ടോ കിട്ടി. അപ്പൊ അതിന്റെ ഇടയിൽ അവർ എന്റെ ഫോട്ടോ എടുത്തു തന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി റൂമിൽ കയറി. ഇവിടെ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടാണല്ലോ. പക്ഷെ പാട്ടൊക്കെ കേൾക്കാം. സോ ഐ തിങ്ക് സംതിങ് ഇസ് ഹാപ്പനിങ് ദേർ. എല്ലാ ആൾക്കാരും ഫുൾ തെലവിയിലെ ആൾക്കാർ ഇവിടെ കാണും. ഞാൻ അങ്ങോട്ട് കേറിയ ഉത്സവപ്പറമ്പാണ്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് തിരക്കുണ്ടാവും. ഒരിക്കലും ലോകത്ത് എവിടെ ഉണ്ടാവില്ലല്ലോ. നമുക്ക് തിരിഞ്ഞപ്പോഴേക്കും ഫുൾ ലൈറ്റ്സ് ഇലുമിനേറ്റഡ് ആയി. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അവര് ലൈറ്റ്സ് കയറ്റുന്ന കണ്ടേ ഉള്ളൂ. ഫുൾ ലൈറ്റ്സ് ഇലുമിനേറ്റഡ് ആയി, ഫുൾ റഷായി. ഫുൾ യങ് ജോർജിയൻ ക്രൗഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടൂറിസ്റ്റ് ഒന്നും കാണുന്നില്ല കേട്ടാ. എന്ത് രസം നോക്ക്. ഫുൾ ലുക്കേ മാറി. ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് വന്നപ്പോഴേക്കും ടോട്ടലി ഡിഫറെന്റ്. ഓൾ ഡോൾഡ് അപ്പ്. ആർക്കോ വേണ്ടി ഒരുങ്ങിയ ഒരു മണവാട്ടി ലുക്ക്. പക്ക ഉത്സവപ്പറമ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അപ്പുറത്താണ് മെയിൻ സംഭവങ്ങള്. ക്രിസ്മസ് ട്രീ ലൈറ്റപ്പ് ആയി. പോണ്ടേ അങ്ങോട്ട് വാ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ നാട്ടില് ഉത്സവപ്പറമ്പിൽ വെക്കുന്ന പോലത്തെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ? വൈബ് ഇപ്പോഴാണ് വന്നത്, ക്രിസ്മസ് വൈബ്. വാ. ലൈറ്റ്സും പാട്ടും ആൾക്കാരും കാണുമ്പോഴേ നമുക്കൊരു ക്രിസ്മസ് ഫീല് കിട്ടുള്ളൂ. അതെ. എന്തൊരു കപ്ലേന്റ് വിട്ടുണ്ട് ഇവിടെ, അറിയോ? വേണോ? അവിടെ ക്രിസ്മസ് കാരൽ, ക്രിസ്മസ് മ്യൂസിക്. ഇവിടെ ഫ്രഷ് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്നു. എവരിവൺ ടുഗദർ. പ്ലേ ഗ്രൗണ്ട്. ടോട്ടലി ഫീലിംഗ് ക്രിസ്മസി അല്ലേ? ക്രിസ്മസ് വൈബ് കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടല്ലോ. ഡാഡി ഒരു 2 സ്റ്റെപ്പൊക്കെ കാണിക്ക്, 2 ചാച്ചയൊക്കെ കാണിക്ക്, 2 ഡാൻസ് ഒക്കെ കാണിക്ക്. അല്ലെങ്കിൽ കളിച്ചാലേ മമ്മി കളിക്കും. പിന്നെ മമ്മി ഇപ്പോഴും സ്റ്റേജിൽ കളിക്കുന്നതാ. പിന്നെ അരമണിക്കൂർ വന്ന് നിന്നുള്ളൂ. അപ്പോഴേക്ക് കോൺസേർട്ട് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡെയിലി കാണുമായിരിക്കും. എന്തായാലും ക്രിസ്മസ് സീസൺ ഒഫീഷ്യലി ബിഗാൻസ് ഇൻ ജോർജിയ ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിംഗ്. സോ ബാക്ക് ടു അവർ റൂം. ഐ എം ലവിങ് ദിസ് പ്ലേസ് കോൾഡ് ടെൽ അവീവ്. ഭയങ്കര രസമായിട്ടുണ്ട്. മൊത്തം പിള്ളേർ ഭ്രാന്തായിട്ട് നടക്കും. അതെ, ഈ സ്പ്രേ അടിച്ചോണ്ട് നടക്കുവാണ്. സ്നോ സ്പ്രേ എന്ന് പറയും. സ്നോ സ്പ്രേ. സോ അത് കുലുക്കിയിട്ട്, അങ്ങനെയല്ല, നന്നായി കുലുക്കണം. വിട് ആരും മേത്തടിക്കരുത്. ഇവിടെ മുകളിലേക്ക് അടിക്ക്. അടിച്ചോ. റെഡി. ഒന്നും കൂടെ. അതെ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അല്ലേ? വ്ലോഗ് ചെയ്യാൻ മറന്നു ഞാൻ. വിശപ്പില്ലായിരുന്നു അല്ലേ? ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ വി ആർ ലീവിംഗ്. ഹൗ വാസ് ഇഷ്ടമായി സ്ഥലം? അതോ ഓക്കെ ബ്യൂട്ടിഫുൾ അല്ലേ? ഗ്രാമം അടിപൊളിയാ. പക്ഷെ ഇവിടുത്തെ വൈബ് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും ഇൻ ദി സമ്മേഴ്സ് അല്ലെങ്കിൽ ഹാർവസ്റ്റ് സീസൺ. ബഹളമായിരിക്കും സ്ട്രീറ്റ്സില്. പക്ഷെ എന്തായാലും പിന്നെ ഞാനാ ബോസ് ഈ ഹോട്ടലില്. നല്ല ഫുഡാന്ന് കേട്ടപ്പോ. അപ്പൊ ഗൈസ്, നാളെ നമ്മൾ ഇവിടുന്ന് ഒരു വലിയ റോഡ് ട്രിപ്പ് എടുക്കുവാണ്. ഓൾമോസ്റ്റ് 5 hours.
വി ആർ ഗോയിങ് ടു എ സ്നോ റിസോർട്ട് പോലത്തെ സ്ഥലം. 2 days അവിടെയുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് എ കോമൺ പ്ലേസ്. ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള ഗദ്ദൗരി അങ്ങനെയൊക്കെ സ്ഥലം ഞങ്ങൾക്ക് സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകാൻ കുറച്ച് പാടാണ്. സോ അതല്ലാതെ ഞാനൊരു വേറെ സ്ഥലം കണ്ടുപിടിച്ചു. ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി ഫൺ ആൻഡ് ഗുഡ് ആൻഡ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയിങ് ദീസ് വ്ളോഗ്സ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ നോക്കുന്നുണ്ട് ആൻഡ് ഹോപ്പ് യു ആർ എൻ്റർടൈനിങ് യു ഓൾസോ. എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.